തെക്കൻ റഷ്യയിലെ റെസ്റ്റോവിൽ എണ്ണ ശേഖരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി യുക്രൈന്റെ ഡ്രോൺ ആക്രമണം തുടരുന്നു. റെസ്റ്റോവിലെ കമൻസ്കിയിലുള്ള ഡിപ്പോയിലാണ് തീ പടർന്നത്. ഇവിടെ നിന്ന് 1500 കിലോമീറ്റർ അകലെ കിറോവിലും ആക്രമണം നടന്നു. യുക്രൈൻ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശമാണിത്. കഴിഞ്ഞ 18-നുണ്ടായ യുക്രൈൻ ഡ്രോൺ ആക്രമണത്തിൽ റെസ്റ്റോവിലെ പ്രൊലെറ്റാർസ്കിലുള്ള എണ്ണ ശേഖരണ കേന്ദ്രത്തിന് തീ പിടിച്ചത് ഇപ്പോഴും അണയ്ക്കാനായിട്ടില്ല. ഈ മാസം ആദ്യം കമൻസ്കിയിലെ മറ്റൊരു എണ്ണ ഡിപ്പോയും ആക്രമിക്കപ്പെട്ടു. ആർക്കും പരിക്കില്ലെന്ന് റെസ്റ്റോവ് ഗവർണർ അറിയിച്ചു. മേഖലയിൽ 12 ഡ്രോണുകൾ തകർത്തതായി റഷ്യൻ സൈന്യം അറിയിച്ചു. അതേസമയം റഷ്യ തിങ്കളാഴ്ച ഉക്രൈന് നേരെ 100 കണക്കിന് ഡ്രോണുകളും മിസൈലുകളും പ്രയോഗിച്ചിരുന്നു. ഈ ആക്രമണത്തിൽ 4 പേരോളം കൊല്ലപ്പെടുകയും ഇതിനോടകം ദുർബലമായ ഊർജ ഡിഗ്രിനെ തകർക്കുകയും ചെയ്തതായി അധികൃതർ അറിയിക്കുകയും ചെയ്തു. ഏറ്റവും വലിയ റഷ്യൻ ആക്രമണങ്ങളിലൊന്നിൽ മോസ്കോ കുറഞ്ഞത് 127 മിസൈലുകളും 109 ഡ്രോണുകളും വിക്ഷേപിച്ചതായി പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രതികരിച്ചിരുന്നു. ആക്രമണം നടത്താൻ ഉപയോഗിച്ച 102 മിസൈലുകളും 99 ഡ്രോണുകളും വെടിവെച്ചിട്ടതായി ഉക്രൈനിയൻ എയർഫോഴ്സ് കമാൻഡർ മൈക്കോള ഒലേഷ്ചുക് പറഞ്ഞു. US-ഉം ബ്രിട്ടനും ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. US നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ വക്താവ് ജോൺ കിർബി ഇതിനെ അതിക്രമമെന്ന് വിളിക്കുകയും ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി ഇത് ഭീരുത്വം എന്ന് മുദ്ര കുത്തുകയും ചെയ്തു.